നമസ്കാരം. പ്രായമായ റിട്ടയർഡ് ഉദ്യോഗസ്ഥരെയും വിരമിച്ച ഉദ്യോഗസ്ഥരെയും സൗഹൃദം നടിച്ച് വലയിലാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ. വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥനുമായി സൗഹൃദം സ്ഥാപിച്ച് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുന്ന കേസിലാണ് വടക്കഞ്ചേരി പരുവാശ്ശേരി USB ഗാർഡനിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രിൻസി എന്ന സ്ത്രീ പിടിയിലായത്. ഒറ്റപ്പാലം പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം സ്വദേശിയായ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയിലാണ് ഇവാൻ ലഹരി ബ്ലാക്ക്മെയിലിംഗ് മാഫിയയുടെ കഥ പുറത്തുവരുന്നത്. നാണക്കേട് ഭയന്ന് പുറത്തു പറയാതിരുന്ന വിരമിച്ച നിരവധി ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇവരുടെ കെണിയിൽ വീണിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. മുൻപൊരു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്ത കേസുണ്ട്. പരാതിക്കാരനായ ഉദ്യോഗസ്ഥൻ 2006-ൽ ഒറ്റപ്പാലം ലാൻഡ് ട്രിബ്യൂണലിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ബ്യൂട്ടി പാർലർ ഉടമയായ പ്രിൻസിയുമായി സൗഹൃദത്തിലാകുന്നത്. തുടക്കത്തിൽ അതീവ ലളിതമായി തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രിൻസി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. പലവിധ കുടുംബ പ്രാരാബ്ധങ്ങളും ബിസിനസ് ആവശ്യങ്ങളും പറഞ്ഞ് പല തവണകളായി ലക്ഷക്കണക്കിന് രൂപയും ആഡംബര മൊബൈൽ ഫോണുകളും വില കൂടിയ വസ്ത്രങ്ങളും ഇവർ ഉദ്യോഗസ്ഥരിൽ നിന്നും കൈക്കലാക്കി. കുറച്ചു കാലം കഴിഞ്ഞതോടെ കളിമാറി പരാതിക്കാരനുമായുള്ള ബന്ധം തന്റെ വീട്ടിൽ അറിഞ്ഞെന്നും വലിയ പ്രശ്നമായെന്നും കാണിച്ച് ഇവർ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കുടുംബം തകരാതിരിക്കാൻ തനിക്ക് മാറി താമസിക്കാൻ ഒരു വീട് വേണമെന്നും അതിനായി വലിയ തുക നൽകണമെന്നും പ്രിൻസി ആവശ്യപ്പെട്ടു. ഭീഷണിക്ക് വഴങ്ങിയ പാവം ഉദ്യോഗസ്ഥൻ കേരള ബാങ്കിൽ നിന്നും സ്വന്തം പേരിൽ 5 ലക്ഷം രൂപ വായ്പയെടുത്ത് ഇവർക്ക് നൽകേണ്ടി വന്നു. പിന്നീട് ഈ ബന്ധം പുറത്തു പറയുമെന്നും നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും കാണിച്ച് ഘട്ടം ഘട്ടമായി 20 ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. പ്രിൻസിയുടെയും സംഘത്തിന്റെയും ഭീഷണി സഹിക്കവയ്യാതായതോടെയാണ് ഒടുവിൽ കടുത്ത മാനസിക വിഷമത്തിലായ വിരമിച്ച ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒറ്റപ്പാലം പോലീസിൽ രഹസ്യമായി പരാതി നൽകുകയായിരുന്നു. തനിക്കെതിരെ പോലീസ് കേസ് വരുമെന്ന് മനസ്സിലാക്കിയ പ്രിൻസി ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിനായി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഇവരുടെ തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കി ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ മറ്റു വഴികളില്ലാതെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനെത്തിയ പ്രിൻസിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രിൻസിക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ ബ്ലാക്ക്മെയിലിംഗ് കേസ് നിലവിലുണ്ട്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായി സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും സൗഹൃദം സ്ഥാപിച്ച് മോശം സന്ദേശങ്ങൾ അയപ്പിക്കുകയും പിന്നീട് ഇത് കാണിച്ച് പ്രിൻസിയും മറ്റ് 3 പുരുഷന്മാരും അടങ്ങുന്ന ഗുണ്ടാ സംഘം ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി 40 ലക്ഷം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. വടക്കഞ്ചേരിയിൽ ഇവർ നടത്തിവരുന്ന ബ്യൂട്ടി പാർലറിന്റെ മറവിലാണ് ഈ വലിയ ഹണി ട്രാപ്പ് മാഫിയ പ്രവർത്തിച്ചിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. പ്രായമായതും മാന്യമായി ജീവിക്കുന്നവരുമായ ഉദ്യോഗസ്ഥരെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. സമൂഹത്തിൽ നാണക്കേട് ഭയന്ന് പലരും ലക്ഷങ്ങൾ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇവർ പുറത്തിറങ്ങി നടന്നത്. എന്തായാലും റിട്ടയർഡ് പോലീസുകാരെയും വലിയ ഉദ്യോഗത്തിലിരുന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെയുമാണ് പ്രിൻസിയും കൂട്ടരും പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. സൗഹൃദം സ്ഥാപിക്കുകയും നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്തതിനു ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്താണ് പണം തട്ടിയിരുന്നത്. എന്തായാലും നിരവധി ആളുകളാണ് ഈ മാഫിയയുടെ പിടിയിലായിട്ടുള്ളതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.